2N3055 ഈ ഒരു ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ഒരു ചെറിയ ആംപ്ലിഫയർ സർക്യൂട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് പഠിക്കാത്ത ആളുകൾക്കൊക്കെ സിമ്പിളായിട്ട് ഒരു ഹോബി എന്ന നിലയ്ക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സർക്യൂട്ട്. അതിന് നമ്മൾ ടിപ്പ് 41C എന്നൊരു NPN ട്രാൻസിസ്റ്ററിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കപ്പാസിറ്റർ ആവശ്യമുണ്ട്, ഒരു 10UF 25 വോൾട്ടോ 50 വോൾട്ടോ, അതായത് 12 വോൾട്ടിനേക്കാൾ കൂടുതലായിരിക്കണം എന്ന് മാത്രം. അതുപോലെ തന്നെ ഒരു 10K റെസിസ്റ്റർ, അതുപോലെ തന്നെ വേണ്ടത് ഒരു 47K റെസിസ്റ്റർ, പിന്നെ വേണ്ടത് ഒരു 80 ഓംസ് റെസിസ്റ്റർ. 80 ഓംസ് റെസിസ്റ്റർ ഒരെണ്ണം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 47ൻ്റെ രണ്ടെണ്ണം സീരീസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു 100 ഓംസ് ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. പിന്നെ നമുക്ക് ഒരു ഓഡിയോ നമ്മുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓഡിയോ കേബിൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വയറിൻ്റെ പീസുകൾ, ചെറിയ വയറിൻ്റെ പീസുകൾ. ഈ ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചൂടാകുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യണം. ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു നമ്മുടെ അലുമിനിയം ചാനലിൻ്റെ ഒരു പീസാണ് എടുത്തിന് കുറച്ച് ഹോളുകൾ ഇട്ടിട്ടുണ്ട് നമുക്കിത് പ്ലേസ് ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിവിടെ പ്ലേസ് ചെയ്യണം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രണ്ടും നമ്മൾ ഒരേ ഒരു ഹീറ്റ് സിങ്കിലേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഷീറ്റുകൾ, മൈക്ക ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ മെറ്റൽ പാർട്ട്, ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ ഒരു മെറ്റൽ പാർട്ട് ഈ ഒരു ഹീറ്റ് സിങ്കിലേക്ക് തട്ടാത്ത രീതിയിൽ ഇതുപോലുള്ള സ്പേസർ, വാഷറൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് കാര്യം ചെയ്യുക, രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഹീറ്റ് സിങ്കിൽ ചെയ്യുക. ഓക്കെ, നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ തിരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം കൂടുതലും ഇങ്ങോട്ട് കുറച്ച് ദൂരം കുറവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ദൂരം കുറഞ്ഞ ഭാഗം മുകളിലോട്ട് പിടിച്ച് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ബേസും അതുപോലെ തന്നെ ഇത് എമിറ്ററുമാണ്. കളക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡി തന്നെയാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ ഓരോ വയറുകൾ ഫസ്റ്റ് സോൾഡർ ചെയ്തെടുക്കുന്നു. നല്ല രീതിയിൽ സോൾഡർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഹോട്ട് സ്ലീവൊക്കെ ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. കാരണം ഇത് ഹീറ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ഒരു സോൾഡർ വിട്ടു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ വയർ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പുള്ള വയറാണ് എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ കിട്ടുവാണെങ്കിൽ അങ്ങനത്തെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മൾ ഇതിൻ്റെ അകത്തുകൂടി ഇത് കടത്തി വിടുന്ന കാരണം ഈ ഹീറ്റ് സിങ്ക് ചൂടാകുമ്പോൾ വിട്ടു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ രണ്ട് വയറിനെ ഇതിനകത്തുകൂടി ഇട്ടതിന് ശേഷം നമ്മൾ രണ്ട് വയർ ഇതിനകത്തൂടെ കടത്തിയതിന് ശേഷം ഇതിനെ നമുക്ക് ഇവിടെ ഒന്ന് സ്ക്രൂ ചെയ്തെടുക്കാം. നല്ല ടൈറ്റിൽ സ്ക്രൂ ചെയ്യണം. സ്ക്രൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് തെർമൽ ഗ്രീസ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ നല്ല രീതിയിൽ ഹീറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിക്കോളും. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഓൾറെഡി സ്ക്രൂ ചെയ്തു. സെക്കൻഡ് സൈഡ് ചെയ്യുമ്പോൾ ഇതുപോലൊരു കണക്ടർ കൂടെ ഇതിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഓഡിയോ ഔട്ട്പുട്ടാണ് നമ്മുടെ, അപ്പം ഇതും കൂടെ ഇതിനകത്ത് വെച്ചിട്ട് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മൾ ഇതിൽ സോൾഡർ ചെയ്തിരിക്കുന്ന ആ രണ്ട് വയറുകൾ ഇതുപോലെ രണ്ട് ഹോൾ കൂടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസാണ്, ഇതിൻ്റെ എമിറ്ററാണ്, ഇതിൻ്റെ കണക്ടറാണ്. അപ്പം ഇതിൻ്റെ 3 കണക്ഷൻസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ടിപ്പ് 41C ആണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ഇതുപോലത്തെ ഒരു മൈക്ക ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്, ഡയറക്റ്റ് നമുക്ക് കോൺടാക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെറിയൊരു വാഷർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിവിടെ വെച്ചിട്ട് ഫസ്റ്റിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റലേഷൻ ഷീറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ടിപ്പ് 41C ഈ ഒരു ട്രാൻസിസ്റ്ററും കൂടെ നല്ല രീതിയിൽ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ഒന്നാമത്തെ ലെഗും അതുപോലെ തന്നെ മൂന്നാമത്തെ ലെഗും ഇതുപോലെ രണ്ട് സൈഡിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ എൽ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ സീരീസ് ആയി കണക്റ്റ് ചെയ്തിട്ട ആ ഒരു റെസിസ്റ്റർ അതൊരു ഹോട്ട് സ്ലീവിനകത്ത് വെച്ചിട്ട് ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള രണ്ട് റെസിസ്റ്ററുകൾ കൂടെ നമ്മൾ നേരത്തെ എടുത്ത 10K റെസിസ്റ്റർ, അതുപോലെ തന്നെ 47K ഓംസ് റെസിസ്റ്റർ, ഈ രണ്ട് റെസിസ്റ്ററും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോട്ട് സ്ലീവിനകത്താക്കിയിട്ട് ഒന്ന് ഹീറ്റ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്.
നമ്മൾ ഓപ്പണായിട്ട് ഉപയോഗിക്കുന്ന കാരണം എവിടെയും ടച്ച് ആവണ്ട എന്നൊക്കെ കരുതിയിട്ടാണ് ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. അത് നിങ്ങൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ നമ്മുടെ 3 റെസിസ്റ്ററുകളും അതുപോലെ ഹോട്ട് സ്ലീവിനകത്താക്കിയിട്ട് ഒന്ന് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ 80 ഓംസ് റെസിസ്റ്റർ ഓർ 100 ഓംസ് റെസിസ്റ്റർ, ഇത് നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ 3ാമത്തെ ലെഗിൽ ഇതുപോലെ സോൾഡർ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ 2N3055ൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്യുക. അപ്പം അതും കൂടെ ഇതുപോലൊരു ഹോട്ട് സ്ലീവൊക്കെ ഇട്ടെടുത്ത് ഒന്ന് ജോയിൻ്റ് ചെയ്ത് എവിടെയും തട്ടാത്ത രീതിയിലായി കൊടുക്കാം. അടുത്ത നമ്മുടെ 10K റെസിസ്റ്ററാണ്. അത് ഇതിൻ്റെ 2ാമത്തെ പിന്നിലും അതുപോലെ തന്നെ 1ാമത്തെ പിന്നിലേക്കും ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എന്ന് പറഞ്ഞാൽ 3ാമത്തെ റെസിസ്റ്ററാണ്. 3ാമത്തെ റെസിസ്റ്ററും നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ടിപ്പ് 41C എന്ന ഈ ട്രാൻസിസ്റ്ററിൻ്റെ 1ാമത്തെ ലെഗിലേക്കാണ് സോൾഡർ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഈ ഒരു എമിറ്ററിലേക്കും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ നമ്മൾ നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് ഹോട്ട് സ്ലീവൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരേ ഒരു കമ്പോണൻറ്റ് ഈ ഒരു കപ്പാസിറ്ററാണ്. ഈ ഒരു കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡും നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ 1ാമത്തെ ലെഗിലേക്ക് തന്നെ സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ ആ കപ്പാസിറ്ററും കൂടെ നമ്മൾ അതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പവർ സപ്ലൈ കൊടുക്കാനുള്ള ഒരു പീസ് വയർ എടുത്തിട്ടുണ്ട്. ഒരു റെഡ് വയറും ഒരു ബ്ലാക്ക് വയറും. റെഡ് വയർ ഇതിൻ്റെ സെൻറ്റർ പിന്നിലേക്കും അതുപോലെ തന്നെ ബ്ലാക്ക് വയർ ഇവിടെയായിട്ട് സോൾഡർ ചെയ്തെടുക്കുക. അതിനുശേഷം ഇൻപുട്ട് കൊടുക്കാനുള്ള വയറിൻ്റെ ഗ്രൗണ്ട് നമ്മളിവിടെ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓഡിയോ ഇൻപുട്ട് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു ലെഗിലേക്കും കൂടെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ ഒരു ഹോട്ട് സ്ലീവ് ഇട്ടിട്ട് അതിനെയും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഡോട്ടഡ് PCB കിട്ടുകയാണെങ്കിൽ PCBയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. ഞാനത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു മാത്രം. അപ്പം നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വർക്ക് ഏകദേശം ആയി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്പീക്കർ ഔട്ടാണ് നമുക്ക് വേണ്ടത്. സ്പീക്കറിന് ഇപ്പം ഒരു വയർ മാത്രമേ നമ്മൾ കിട്ടിയിട്ടുള്ളൂ. ഒരു വയർ കൂടെ നമുക്ക് എടുക്കണം. അപ്പോൾ ഒരു ചെറിയ വയറിൻ്റെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പിന്നിലേക്ക്, അതായത് നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്ന അതിൻ്റെ ആ ഒരു പിന്നിലേക്ക് തന്നെ ആ ഒരു ലെഗിലേക്ക് തന്നെ നമ്മൾ സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് കംപ്ലീറ്റ് ആയി, എല്ലാ സംഭവങ്ങളും റെഡിയായി, ആംപ്ലിഫയർ റെഡിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സ്പീക്കറിലേക്ക് ഇത് കണക്ട് ചെയ്ത് പവർ സപ്ലൈ കൊടുത്തിട്ട് നമ്മളിതിനെ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 വാട്ട്സിൻ്റെ ഒരു ഫുൾ റേഞ്ച് സ്പീക്കറാണ് എടുത്തിട്ടുള്ളത്. 6 ഇഞ്ച് സ്പീക്കറാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ സോൾഡർ ചെയ്തും ഒരു സൈഡിൽ ഇവിടെ ഒരു പിന്നുള്ളത് കാരണം ഈ ഒരു പിന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാം. അപ്പം സ്പീക്കർ കണക്ഷൻ നമ്മുടെ റെഡിയായി. അതുപോലെ തന്നെ പവർ സപ്ലൈക്കുള്ള വയർ റെഡിയായി. ഇനി നമ്മൾ ഇതിലൊരു പവർ സപ്ലൈ കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേബിൾ. അപ്പോൾ പവർ സപ്ലൈ ഞാൻ 12 വോൾട്ടിൻ്റെ 2 ആംപിയറുള്ള ഒരു അഡാപ്റ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് പിരിച്ച് വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇൻസുലേഷൻ ചെയ്തെടുക്കാം. ഇപ്പോൾ പവർ സപ്ലൈ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ കണക്ഷൻസ് കംപ്ലീറ്റ് റെഡിയായി. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നല്ല രീതിയിൽ നമ്മൾ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് നോക്കുവാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Up in the sky, I need you to listen now.